ഹലോ, വെൽക്കം ടു മൈ ചാനൽ കൊച്ചിൻ വൈസ്. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. കാരണം ഈവനിങ് സ്നാക്ക് എന്നൊക്കെ പറയുമ്പോൾ ഉഴുന്നുവട, പഴംപൊരി ഇതൊക്കെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ളതല്ലേ. അപ്പോൾ ഞാനിന്ന് ക്രിസ്പി ആയിട്ടുള്ള ഉഴുന്നുവട എങ്ങനെ എളുപ്പത്തിൽ തയ്യാറാക്കാമെന്നാണ് ഞാനിന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. പലർക്കും അറിയായിരിക്കും ഉഴുന്നുവട തയ്യാറാക്കാനായിട്ട്, എന്നാൽ അറിഞ്ഞുവിടാത്ത പലരുമുണ്ട്. അവർക്ക് വേണ്ടിയിട്ടാണ് ഈ റെസിപ്പി ഷെയർ ചെയ്യുന്നത്. എല്ലാവരും കണ്ടു നോക്കുക. അപ്പോൾ റെസിപ്പി ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അതിനു മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞാൻ ഉഴുന്ന് ഒരു രാത്രി മുഴുവൻ കുതിരാനിട്ടിട്ട് രാവിലെ ഞാൻ അരച്ചെടുക്കുന്നത്. ഒരു 4 മണിക്കൂറെങ്കിലും ഉഴുന്ന് കുതിരാനായിട്ട് ഇടണം, എങ്കിലേ നമ്മൾ അരയ്ക്കുമ്പോൾ സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടുകയുള്ളൂ. ഇതിപ്പോൾ രാവിലെ ഞാൻ പൊടിക്കുന്ന ബൗളിലാണ് ഞാനിത് അരയ്ക്കാനായിട്ട് എടുക്കുന്നത്. കാരണം നമ്മൾ ഒരുപാട് വെള്ളം ചേർക്കില്ല. ഇതിൽ 1 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 1.5 ടേബിൾ സ്പൂൺ വെള്ളമാണ് ചേർത്തിരിക്കുന്നത്. എന്നിട്ട് അത്രയും വെള്ളം ചേർത്ത്, ഈ ടേബിൾ സ്പൂണിന് 1 സ്പൂൺ അല്ലെങ്കിൽ 1.5 സ്പൂൺ അത്രയും വെള്ളമാണ് ചേർത്തിരിക്കുന്നത്. ഇത് ഒഴിച്ച് നന്നായിട്ട് അരച്ച് തരിയില്ലാതെ അരച്ചെടുക്കണം. എന്നിട്ട് അതിലേക്ക് നമ്മൾ അര ടീസ്പൂൺ തികച്ചെടുക്കുന്നില്ല, അതിനേക്കാളും കുറച്ചും കൂടെ കുറവാണ് എടുത്തിരിക്കുന്നത് ബേക്കിംഗ് പൗഡർ നമ്മൾ ഇട്ട് കൊടുക്കുക. അതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് അത് നമ്മളൊരു 5 മിനിറ്റ് സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് അത് മിക്സ് ചെയ്തെടുക്കണം. അത് നന്നായിട്ട് മിക്സ് ചെയ്യുന്ന എന്തിനാണെന്ന് വെച്ചാൽ മാവ് നല്ല സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ടിത് നമ്മൾ 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. ഇത് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട് കണ്ടോ. ഇനി നമ്മൾ 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുമ്പോഴത്തേക്ക് അത് നല്ലതായിട്ട് വരും. റെസ്റ്റ് ചെയ്തിട്ട് എടുത്തു. ഇനി ഇതിലേക്ക് നമുക്ക് സവാള ഉള്ളി അരിഞ്ഞത്, ഒരെണ്ണം അരിഞ്ഞത് ഞാൻ ഇട്ട് കൊടുത്തു. ചെറുതായിട്ടരിഞ്ഞ ഇഞ്ചി വലിയൊരു കഷ്ണം, അതും 2 പച്ചമുളക്, എരിവുള്ള പച്ചമുളക് അരിഞ്ഞത്, അതും കുറച്ച് കരിവേപ്പിലയും കൂടെ ചെറുതായിട്ട് കട്ട് ചെയ്ത് എല്ലാം കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ടിത് നന്നായിട്ട് ഇനി ഒന്നും കൂടെ ഇളക്കണം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഇത്രയും നമ്മൾ ഇളക്കുമ്പോൾ അത് നല്ല സോഫ്റ്റ് ആകും മാവ്. എന്നിട്ട് അതിലേക്ക് നമ്മൾ 1 ടേബിൾ സ്പൂൺ റവ, ചെറിയ തരിയുള്ള റവയാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് പിന്നെയും നന്നായിട്ട് ഇളക്കുക. കൈ വെച്ച് തന്നെ ഒന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ കൈ പറ്റുന്നു എന്ന് തോന്നുവാണെങ്കിൽ ചെറുതായിട്ട് ആ വെള്ളത്തിലേക്കൊന്ന് മുക്കിയെടുക്കുക. വെള്ളം ഒഴിക്കരുത്, മുക്കിയെടുത്തിട്ട് നന്നായിട്ടത് കുഴച്ച് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട് മാവ്. എന്നിട്ട് നമ്മൾ നമ്മുടെ കയ്യിൽ കുറച്ച് വെള്ളം തടകിയിട്ട് അതിൽ നിന്ന് കുറച്ച് മാവെടുത്ത് കയ്യിലേക്ക് വെച്ചിട്ട് ഒന്ന് ഉരുട്ടിയിട്ട് അത് പരത്തിയെടുക്കണം. ഒരുപാട് കട്ടിയിൽ മാവെടുക്കരുത്, അന്നേരം അകം വേകാനായിട്ട് ബുദ്ധിമുട്ട് വരും. മാവെടുത്തിട്ട് അത് റൗണ്ടിൽ പരത്തിയിട്ട് അകത്ത് നന്നായിട്ട് ഹോളിട്ട് കൊടുക്കണം. കാരണം എങ്കിലേ അത് അകം നന്നായിട്ട് വേകുള്ളൂ. ഇങ്ങനെ എടുത്തിട്ട് അപ്പോൾ പലരും കംപ്ലൈൻറ്റ് പറയുന്നുണ്ട്, കൈ നടത്തി എടുക്കുമ്പോൾ ശരിക്കും വരില്ല, പൊട്ടിപ്പോകുമെന്ന്. പൊട്ടിയൊന്നും പോകില്ല. വെള്ളം തടകിയിട്ട് പരത്തി എടുത്തു കഴിഞ്ഞാൽ പൊട്ടിപ്പോകില്ല. അപ്പോൾ നമ്മൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും അതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുക. നന്നായിട്ട് പരത്തി നന്നായിട്ട് ഒരു ഹോൾ വിട്ട് നമുക്കൊരു 6 എണ്ണമൊക്കെ ഒരു ട്രിപ്പിൽ നമുക്ക് വറുത്തെടുക്കാൻ പറ്റും. ഞാൻ ഒരു 2 ട്രിപ്പായിട്ടാണ് ഇത്രയും മാവ് വറുത്തെടുക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റും, പൊട്ടിയൊന്നും പോകില്ല. അത് വെള്ളം കയ്യിൽ തടകാതെ മാവിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ പൊട്ടിപ്പോകും, അടന്നു വരില്ല. ഉണ്ടല്ലോ. അപ്പോൾ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാം. ഈവനിങ് സ്നാക്കായിട്ട് കഴിക്കാനായിട്ട് ഇതും ഞാൻ മല്ലിയില ചട്നി കാണിക്കുന്നുണ്ട്, അതും നല്ല കോമ്പിനേഷനാണ്. പിന്നെ തക്കാളി ചട്നി ഇഷ്ടമുള്ളത് തക്കാളി ചട്നി. അപ്പോൾ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ നമ്മൾ അത് വറുത്തെടുക്കണം. നല്ല ഗോൾഡൻ ബ്രൗൺ കളറായി അത് നമ്മൾ വേറെ പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുക. കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്കാണല്ലോ ഉഴുന്നുവട. അത് നല്ല ക്രിസ്പി ആയിട്ട് നല്ല മുരിഞ്ഞ അകമൊക്കെ നല്ല വെന്തിരിക്കുകയാണ്, നല്ല ടേസ്റ്റാണ്. അത് മല്ലിയില ചട്നിയാണ് ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളത്, അതുകൊണ്ടാണ് ഞാൻ മല്ലിയില ചട്നി അരച്ചത്. അപ്പോൾ അതെല്ലാം നമ്മൾ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കുന്നു. ഇനി നമ്മൾ അതിന് വേണ്ടിയിട്ട് ചട്നി, ഞാൻ അരമുറി തേങ്ങ ഇവിടെ എടുത്തിരിക്കുന്നത്. അതിലേക്ക് നമ്മൾ മല്ലിയില വൃത്തിയായിട്ട് കഴുകിയിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്ത്, അതും ഒരു ചെറിയ പീസ് ഇഞ്ചി അതും ഒന്ന് കട്ട് ചെയ്തിട്ട്, പിന്നെ ഒരു നല്ല എരിവുള്ള പച്ചമുളക് ഒരെണ്ണം കൂടെ കട്ട് ചെയ്ത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണം. ഇനി അതിലേക്ക് നമ്മൾ 1 ടേബിൾ സ്പൂൺ തൈര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വേണമെങ്കിൽ ഒരു ചെറിയ സ്പൂൺ വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒരുപാട് വെള്ളം ഒഴിക്കരുത്, അപ്പോൾ ലൂസായി പോകും. നന്നായിട്ട് അരച്ചെടുത്ത ചട്നി, അതും ഉഴുന്നുവടയും കൂടെ കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ കമൻറ്റിലൂടെ പറയണം. കണ്ടല്ലോ, അകമൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്, പുറമൊക്കെ നല്ല മുരിഞ്ഞിട്ടുണ്ട്, കണ്ടല്ലോ. അപ്പോൾ നമുക്ക് നല്ലൊരു റെസിപ്പിയുമായിട്ട് ഉടനെ തന്നെ കാണാം.